ഇപ്പോൾ നമ്മൾ സ്വർഗത്തിലാണ് ജീവിക്കുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞു. ഇവിടെ സ്മൃതിയുടെ അഭിപ്രായത്തിൽ UDF കാലത്തായിരുന്നോ സ്വർഗം? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. സർക്കാരിനേക്കാൾ മികച്ച സർക്കാരായിരിക്കും വരാൻ പോകുന്നത് കരുതി ഒരു വോട്ട് കൊടുക്കാൻ നമ്മുടെ മുമ്പിൽ ഓപ്ഷൻ ഇല്ല എന്ന് മാത്രമേ എനിക്ക് പറയാം. എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല. പിന്നെ ഏത് സർക്കാരിനെ ഒരു കോൺഗ്രസ് സർക്കാരിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ എനിക്ക് വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യമുണ്ട് സ്മൃതിയുടെ ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഈ കഴിഞ്ഞ 10 വർഷത്തെ ഒന്നാം പിണറായി സർക്കാരിന്റെയോ രണ്ടാം പിണറായി സർക്കാരിന്റെയോ ഭരണത്തോട് കിടപിടിക്കാവുന്ന ഒരു കോൺഗ്രസ് സർക്കാരിന്റെ കാലം പറയൂ. കർണാടകയിലെ വികസനവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ കേരളത്തിൽ എത്ര വിദ്യാർത്ഥികൾ അവിടെ പോയി പഠിക്കുന്നത്, എനിക്കിത് പറഞ്ഞു പറ്റും. ഇപ്പോ സ്മൃതി പറഞ്ഞ കർണാടകയിലെ കാര്യമുണ്ടല്ലോ, കർണാടകയിലെ റവന്യൂ വകുപ്പ് മന്ത്രി എന്താ പറഞ്ഞത് കേരളത്തിലെ ആരോഗ്യ മേഖലയെ കുറിച്ച്? കേരളം ആരോഗ്യ മേഖലയിൽ മാതൃകയാണ് എന്ന്. അല്ല സാർ, ഇതൊന്ന് കേട്ടോ, ഒറ്റ മിനിറ്റ്. എന്താണിത്? ഒരു മിനിറ്റ്. Education, Kerala is number 1. Healthcare, Kerala is number 1. അതൊക്കെ കേട്ടാന്നേ. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. കേരളത്തിൽ നിങ്ങൾ സംസാരിക്കോ? ഇൻഡെക്സും ആരോഗ്യ മേഖലയിലെ ഇൻഡെക്സും കൂടി ഒന്ന് ചർച്ച ചെയ്യാം, കമ്പാരിസൺ ചെയ്യാം, ഡ്രോപ്പ് ഔട്ട് റേറ്റ് ചർച്ച ചെയ്യാം, സ്കൂളിലെ പുസ്തകം കൊടുത്തത് ചർച്ച ചെയ്യാം, ക്ലാസ് മുറികൾ സ്മാർട്ട് ടെക് ആയതും ഹൈടെക് ആയതും ചർച്ച ചെയ്യാം. പറഞ്ഞല്ലോ കുറച്ചേറെ ബോറടിക്കുന്നു. അതാണ് പ്രശ്നം. കണക്കുകൾ വരുമ്പോൾ ബോറടിക്കാത്ത വിഷയം എന്താ? സ്വർണ്ണക്കൊള്ള CPM പത്മകുമാർ, സ്വർണ്ണക്കൊള്ള CPM പത്മകുമാർ, അടൂർ പ്രകാശും ആന്റോ ആന്റണി മിണ്ടൂല, പിന്നെ ഇടയ്ക്ക് കുഞ്ഞികൃഷ്ണൻ. ഞാനില്ല